14 വൈസ് ചാൻസലർമാരിൽ ഇപ്പോഴും ഖദർദാരിയായിട്ട് തുടരുന്ന ഏക വ്യക്തി അല്ലെങ്കിൽ രണ്ട് വ്യക്തിയുള്ള ഒരാളാണ് പ്രിയങ്കരനായ ഡോക്ടർ ദിലീപ് കുമാർ. അദ്ദേഹം കൊച്ചിൻ കോളേജിൽ അധ്യാപകനായിരിക്കുന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തെ. മറ്റേ രണ്ടാമത്തെ ഒരു ഖദർദാരിയായ വൈസ് ചാൻസലർ ഖാദർ മാങ്ങാട്, അദ്ദേഹം ഇപ്പോഴും കോൺഗ്രസിൽ തന്നെയാണ്. അധികം വൈസ് ചാൻസലർമാരെ നിയമിച്ചത് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും ഒക്കെ. ഞാനിപ്പോ അവരെ കുറ്റം പറയുന്നത് മുസ്ലിം ലീഗുകാരനായ ഒരാളെ യോഗ്യനായിട്ട് കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അവര് വളരെ അന്വേഷിച്ച് നടന്നു കോൺഗ്രസ് ബന്ധമുള്ള ഒരാളെ കണ്ടെത്തി അദ്ദേഹത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറായിട്ട് തിരിച്ചു. ഒരാഴ്ചക്കുള്ളിൽ അദ്ദേഹം അവിടെയുള്ള ലീഗുകാരായിട്ടും കോൺഗ്രസുകാരായിട്ടും എല്ലാവരുമായിട്ടും വഴക്കിടുകയും ഏതാണ്ട് സ്റ്റാലിനിസ്റ്റ് രീതിയിലുള്ള ഭരണപരിഷ്കാരങ്ങൾ അവിടെ ഏർപ്പെടുത്തിച്ചു. കുറെയൊക്കെ അദ്ദേഹം നല്ല ഉദ്ദേശത്തോട് ചെയ്തതാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അത്ര ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് അവർക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമേ. പക്ഷെ അധികം വൈകാതെ അദ്ദേഹം BJP-യിൽ ചേരുകയും ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ BJP-യുടെ 540 പരം സ്ഥാനാർത്ഥികളിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൽ നിന്നുള്ള ഏക അംഗമായിട്ട് മത്സരിച്ചു. അദ്ദേഹം കാര്യമായ എന്തെങ്കിലും ഒരു സ്ഥാനം കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോഴും അതിൽ തന്നെ തുടരുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ചാൽ കോൺഗ്രസ് UDF ഭരണകാലത്ത് യോഗ്യരായ ആളുകളെ പരിഗണിക്കാതിരിക്കുക, അയോഗ്യരായ ആളുകളെ പരിഗണിക്കുക. ഇതുമായി ഒരു ബന്ധവും കുലബന്ധവും ഇല്ലാത്ത ആളുകൾ കോൺഗ്രസ് ഭരണം വരുമ്പോൾ ഇടിച്ച് തള്ളിക്കേറി വന്നിട്ട് ഞങ്ങൾ ഇന്ന ആളുടെ ഇന്ന ബന്ധത്തിൽപ്പെട്ട ആളാണ്, അല്ലെങ്കിൽ ഇന്ന സമുദായ സംഘടനയുടെ മറ്റേ ആളുമായി ബന്ധപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് സ്വാധീനം ചെലുത്തി ഓരോ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുകയാണ് ചെയ്തത്. ഇതൊരു യാഥാർത്ഥ്യം. ഇനി പഴകുളം മധു കേരള മുഖ്യമന്ത്രിയായിട്ടുമാണ് ഇതിലൊരു മാറ്റം. പരിഹാസമായിട്ട് പറഞ്ഞു. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും KK ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും കരുണാകരൻ ആയിരുന്നപ്പോഴും ഏറെക്കുറെ ഇതൊക്കെ തന്നെയായിരുന്നു. കരുണാകരന് കുറച്ചുകൂടി വേറൊരു സെൻസുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിന് ഈ കള്ളനാണയങ്ങളെ വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമായിരുന്നു. മറ്റു രണ്ടുപേരും ഈ കാര്യത്തിൽ സാമാന്യന ഉദാസീനത പുലർത്തിയതിന്റെ ഒരു പരിണത ഫലം കൂടിയാണ് ഈ സാംസ്കാരിക രംഗത്ത് കോൺഗ്രസ് ബന്ധമുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് ചിന്താധികരായ ആളുകൾ പിന്തള്ളപ്പെട്ടു പോയത്. തീരെ അനർഹരായ ആളുകൾ മറ്റു പല സ്ഥാനങ്ങളിൽ എത്തിപ്പെടുകയും ചെയ്യും. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എല്ലാ കോൺഗ്രസ്സുകാരും സ്ഥാനമാനങ്ങളുടെ പുറകെ പോകുന്നവരാണെന്നല്ല. അങ്ങനെ ആകാനും പറ്റുകയില്ല. സത്യത്തിൽ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തെ പ്രതികരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് സംശയം. ദേശീയ സമരത്തെ പ്രതികരിക്കുന്നത്. അപ്പൊ അതിന്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഇന്ത്യ എന്ന വികാരത്തെ, ഇന്ത്യ എന്ന ആശയത്തെ പിന്തുടരുന്ന ഒരു പാർട്ടിയാണ്. പാർട്ടിക്ക് പിൽക്കാലത്ത് പല പരാധീനതകളും പോരായ്മകളൊക്കെ ഉണ്ടായിട്ടുണ്ടോ. ഇപ്പൊ നമ്മൾ ഇവിടെ ചർച്ച ചെയ്യേണ്ടി പറ്റും. അത് സ്വാഭാവികമായിട്ടും എല്ലാ രംഗത്തും എന്ന പോലെ കോൺഗ്രസുമായി ബന്ധപ്പെട്ട സാംസ്കാരിക മേഖലയെ ബാധിച്ചിട്ട് ഇപ്പൊ വീക്ഷണം പത്രം നമ്മുടെ സുഹൃത്ത് ജയ്സൺ വളരെയധികം കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട് വീക്ഷണത്തിന് നിലവാരം മെച്ചപ്പെടുത്തുന്നത്. എത്ര കോൺഗ്രസുകാർ വീക്ഷണം വായിക്കുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാൻ കുറ്റമായിട്ട് പറയാം. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഉമ്മൻചാണ്ടി സാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തെ കുറിച്ച് ഗംഭീരമായ ഒരു ഓർമ്മ പുസ്തകം ഇറക്കിയ ആളാണ് നിങ്ങൾ വായിച്ചു കാണുന്ന ഞാൻ വരുന്നത്. കുറഞ്ഞ വർഷം കണ്ടിട്ടെങ്കിലും വളരെ നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്ത് കൊള്ളാവുന്ന ആളുകളെ കൊണ്ട് ലേഖനങ്ങൾ എഴുതിച്ച് പ്രസിദ്ധീകരിച്ചു. പക്ഷെ അതിനൊക്കെ ഏത് രീതിയിലുള്ള ആ ഒരു സ്വീകരണമാണ് കിട്ടിയത് എന്നുള്ളൊരു ചോദ്യം. ഇത് വാങ്ങിച്ചവർ തന്നെ വായിച്ചവർ എത്ര പേരുണ്ട് ചോദ്യം. വാങ്ങിച്ചവരുണ്ടാവും. ചിലപ്പോൾ ഉമ്മൻചാണ്ടി സാറിനുള്ള ബഹുമാനങ്ങൾ വാങ്ങിച്ചു, അല്ലെങ്കിൽ മറ്റു താല്പര്യത്താൽ വാങ്ങിച്ചു. പക്ഷെ ഇത് എത്ര പേർ വായിച്ചു? കോൺഗ്രസ്സുകാരായ എഴുത്തുകാരെ ആരൊക്കെ ആദരിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം. ഞാനൊരു നല്ല ഉദാഹരണം നമ്മുടെ ലത്തീഫ് ഖയെ ഓർമ്മയില്ല. പശ്ചിമ കൊച്ചിയിലെ ഒരു സാംസ്കാരിക പ്രവർത്തകൻ, ഒരു പാവം മനുഷ്യൻ. അദ്ദേഹം എല്ലാ മീറ്റിങ്ങുകൾക്കും വരും. ഈ പള്ളുരുത്തിയിലോ മട്ടാഞ്ചേരിയിലോ കോട്ടുകൊച്ചിയിലോ കോൺഗ്രസിന്റെ ലീഗിന്റെ ഒക്കെ മീറ്റിംഗ്. ഞാൻ മുസ്ലിം ലീഗിന്റെ ഒരു മീറ്റിംഗിൽ വെച്ചാണ് ഈ മനുഷ്യൻ ആദ്യമായിട്ട് കാണുന്നത്. അദ്ദേഹം 12ാമത്തെ പ്രസംഗകനാണ്. ലീഗുകാർക്കൊന്നും പുള്ളി വലിയ മതിപ്പില്ല. ഞാൻ ലീഗിനെ കുറ്റം പറഞ്ഞല്ല, അദ്ദേഹം ആരാണെന്ന് അവർക്ക് അറിയില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ ഇടുക്കവയാണ്. അദ്ദേഹത്തിന് ജീവിച്ചിരുന്ന കാലത്ത് ഒരു സാഹിത്യകാരൻ എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും പരിഗണന കിട്ടിയിട്ടില്ല. ഈ വർഷം അദ്ദേഹത്തിന്റെ അനുസ്മരണം മറ്റേ മൗലാന ആസാദ് ലൈബ്രറിയിലോ വെച്ചു മറ്റു നടത്തിയതിന്റെ വാർത്ത ഞാൻ പത്രത്തിൽ. വേറെ അനിൽകുമാർ ആയിരുന്നു അതിന്റെ ഉദ്ഘാടകൻ. അപ്പൊ ഈ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ വലിയ ഉദാസീനതയും അവഗണനയുമാണ് നടത്തുന്നത്. ലത്തീഫിനെ പോലെ
എക്കാലവും കോൺഗ്രസ്സുകാരനായിരുന്നു. കരുണാകരന്റെ ഒരു വലിയ ഭക്തനും കൂടിയായിരുന്നു. കരുണാകരന്റെ ശൈലിയെ കുറിച്ച് പുസ്തകം എഴുതി. അങ്ങനെയുള്ള ആൾക്ക് പോലും അവരർഹിക്കുന്ന രീതിയിൽ ഒരു അംഗീകാരം എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ പാർട്ടിയുടെ ഭാഗം കിട്ടി. ഒരു യാഥാർത്ഥ്യമാണ്. വൈസ് ചാൻസലർമാരാകാൻ വേണ്ടി അല്ലെങ്കിൽ ഹൈക്കോടതിയിലെ ഗവൺമെന്റ് ലീഡർമാരായിട്ട് വരുന്ന ആളുകൾ അതിൽ ഈ കോൺഗ്രസ് പാർട്ടിയുമായിട്ട് ബന്ധമുള്ള എത്ര പേരുണ്ട്? യഥാർത്ഥ കോൺഗ്രസ്സുകാരുണ്ട്. ഇന്ത്യൻ ലോയേഴ്സ് കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ട് അതിന്റെ സംഘടനാ രംഗത്ത് പ്രവർത്തിക്കുന്ന എത്ര പേരുണ്ടെന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇത് പിന്തള്ളപ്പെട്ടു പോകുന്നത്. ഇതൊരു വലിയ പ്രശ്നമാണ്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സാഹിത്യ അക്കാദമിയുടെ ജനറൽ കൗൺസിലിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഒരാളുടെ പേര് ജെന്നിങ്സ് ജേക്കബ് എന്ന്. ഇദ്ദേഹം മാവേലിക്കരയിൽ ബ്ലേഡ് കമ്പനി നടത്തിയിട്ടുണ്ട്. ദോഷം പറയുന്നത് കോൺഗ്രസിൽ നിന്നല്ല, പുള്ളി മാണി ഗ്രൂപ്പിൽ നിന്നാണ് നാമനിർദ്ദേശം. ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഒരാളെന്ന് പറഞ്ഞാൽ അതിലുള്ള യോഗ്യന്മാരായ ആൾക്കാർ തെറ്റിദ്ധരിക്കും. ഇയാളുടെ പേരിൽ ജെന്നിങ്സ് ഉണ്ടെന്നുള്ള ഒഴിച്ച പുള്ളിക്ക് സാഹിത്യവുമായിട്ടോ സംസ്കാരവുമായിട്ടോ 7 അയലത്ത് പോയിട്ട് 7 പഞ്ചായത്തിൽ ബന്ധമില്ലാത്തതാണ്. മാവേലിക്കരയിൽ ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനം, നമ്മൾ മലയാളത്തിലെ ബ്ലേഡ് കമ്പനി എന്ന് പറയുന്നത്, ഒന്നും നടത്തുന്ന ആളായിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്? മാണി ഗ്രൂപ്പുകാരനായിരുന്നു ദോഷം പറയുന്നത്. ഇപ്പോഴും അദ്ദേഹം വേറെ വല്ല സ്ഥാനത്ത് വെച്ചിട്ടാണെന്ന് ഞാൻ വിചാരിക്കും. അപ്പൊ ഇത് ഒരു കാര്യമാണ്. CPM കാരെന്ന് വെച്ചാൽ അതില് അക്ഷാഭ്യാസമുള്ള ആൾക്കാരൊക്കെ എടുത്ത് നോക്കത്ത് വെച്ചുകൊണ്ട് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ സാനുമാഷൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ്സുകാരനായിരുന്നു. കുമാർ അഴീക്കോട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന വെട്ടൂർ രാമനാഥൻ, ഇവരൊക്കെ കോൺഗ്രസ്സുകാരായിട്ട് തുടങ്ങിയവരാണ്. സത്യത്തിൽ ഇവരൊക്കെ കോൺഗ്രസിന്റെ ആശയങ്ങൾ തന്നെയാണ് അവസാനം വരെ പ്രതികരിച്ചിരുന്നത്. പക്ഷെ അവസാന കാലത്ത് മാർക്സിസ്റ്റുകാർ ഇവരെയൊക്കെ എന്താണ് ഈ വേലി പോലും ഇല്ലാതെ നടക്കുന്ന പറമ്പ് ആളുകൾ കയ്യേറി വേലി വളച്ചു കെട്ടു. അതുപോലെ വളച്ചു കെട്ടി കൈവശപ്പെടുത്തിയതാണ്. അഴീക്കോട് മാഷൊക്കെ അവസാന കാലത്ത് ഒരു സഖാവായിട്ട് മാറി. സഖാവ് അഴീക്കോട് ദേശാഭിമാനിയുടെ നടുപ്പേജിൽ ഈ ലേഖനം എഴുതുന്നതിന് എത്ര 5000 രൂപ 10000 രൂപ മാസം കൊടുത്തത് EP ജയരാജനാണ് ദേശാഭിമാനിയുടെ ജനറൽ മാനേജർ. ഈ 10000 രൂപ ഒരാഴ്ചയിൽ കിട്ടുക എന്ന് പറയുമ്പോൾ മാഷിനെ സംബന്ധിച്ചിടത്തോളം കാശിന് അത്യാവശ്യം ഉണ്ടായിട്ടില്ല, ഒരു അംഗീകാരം എന്നിട്ട്. പിന്നെ പോകുന്ന സ്ഥലത്തേക്ക് ഇദ്ദേഹത്തെ സഖാക്കന്മാരെ എഴുന്നേറ്റ് നിന്ന് ആദരിക്കും. അപ്പൊ ഇതുപോലെ ഒന്നും കോൺഗ്രസിൽ നിന്ന് കിട്ടുന്നില്ല. അദ്ദേഹം അവരുടെ ഒരാളായിട്ട് മാറി. മരിച്ചതിന്റെ പിറ്റേ ദിവസം ആ മനുഷ്യനെ CPM കാര് പരിപൂർണമായിട്ട് വർദ്ധിക്കുകയും ചെയ്തു. കാരണം ജീവിച്ചിരിക്കുന്ന അഴീക്കോടിന് മാത്രമേ വിപണി മൂല്യമുള്ളൂ. മരിച്ചതിന്റെ പിറ്റേ ദിവസം അഴീക്കോടിനെ മാർക്സിസ്റ്റുകാർക്ക് വില വരുന്നത്. ഇതാണ് സംഭവിക്കുന്നത്. ഇത് ആ നോട്ടീസ് ഉണ്ട് എന്റെ ചെങ്ങമ്പുഴ സ്മാരകത്തിന്റെ ഉദ്ഘാടനം, നവീകരിച്ച ചെങ്ങമ്പുഴ സ്മാരകത്തിന്റെ ഉദ്ഘാടന സഖാവ് പിണറായി വിജയൻ നിർവഹിച്ചു. ആ നോട്ടീസ് ഒന്ന് വായിച്ചു നോക്കൂ. എത്ര അധ്വാനിച്ചിട്ടാണ് അച്യുതമേനോന്റെ പേര് അതിൻ്റെ അകത്ത് ഒഴിവാക്കിയിട്ടുള്ളത്. ഈ ചെങ്ങമ്പുഴ സ്മാരകം അങ്ങനെ നിലത്തുനിന്ന് മുളച്ചു വന്നൊന്നുമില്ല. ഈ അച്യുതമേനോൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് അദ്ദേഹം മുൻകൈ എടുത്ത് അന്ന് കളക്ടറും GCDA ചെയർമാനുമായിരുന്ന കൃഷ്ണകുമാറിനെ കൊണ്ട് സ്ഥലം അക്വയർ ചെയ്യിച്ച് ഉണ്ടാക്കിയതാണ്. പക്ഷേ കാരണഭൂതനാണ് ഉദ്ഘാടനം ചെയ്തത്. പുള്ളിക്ക് അച്യുതമേനോന്റെ പേര് എവിടെയെങ്കിലും കണ്ടത് അപ്പോ മറ്റേ വിറയും തുള്ളപ്പനി. അതുകൊണ്ട് ആ പേര് ഒഴിവാക്കിയതാണ്. ബാക്കി എല്ലാ വജ്ഞാനന്മാരുടെയും പേര് അതിൻ്റെ അകത്ത്. ലോകനാഥ ബെഹ്റ വരെ പ്രസംഗിക്കുന്നുണ്ട്. നിങ്ങളുടെ അറിവൊന്ന് ആലോചിച്ച് നോക്കും. മലയാള സാഹിത്യത്തിന്റെ ചെങ്ങമ്പുഴയുടെ ഒരു ഭാഗ്യം. പ്രസംഗകരുടെ നീ ബെഹ്റ സാറുണ്ട്, മനസ്സിലായി? മലയാളത്തിന്റെ മഹാഭാഗ്യം സജി ചെറിയാൻ കൂടി വേണ്ടത്. അപ്പൊ ഇതാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഇപ്പൊ പക്ഷെ BJP കാര്യം ഈ രംഗത്തേക്ക് വന്നിട്ട് ഞാൻ ഒരു കാര്യം കൂടി പറയും. കഴിഞ്ഞ ആഴ്ച വരെ കോൺഗ്രസ്സുകാരനായിരുന്ന ഒരു സാഹിത്യകാരൻ ഈ നമ്മുടെ നാട്ടിൽ എറണാകുളം നഗരത്തിൽ. അതെ 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 പണ്ട് പൊൻകുന്നം വർക്കിയുടെ ഒരു പ്രസിദ്ധമായ നാടകമുണ്ട്, അന്തോണി നീയും അച്ഛനായോടാ എന്ന് ചോദിച്ചത്. ഈ 92ാമത്തെ വയസ്സ് അദ്ദേഹത്തിന് മാനസാന്തരത്തിന് പ്രത്യേകിച്ച് പ്രായപരിധിയിലൊന്നും മനസ്സിലാക്കി. അപ്പൊ ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രാധാകൃഷ്ണൻ മാഷിന് ആദ്യം മാനസാന്തരം ഉണ്ടായി, അദ്ദേഹം പോയി. അതിനുശേഷം അദ്ദേഹത്തിനും പോകാൻ തോന്നി പോയി. എന്താ ചെയ്യുക? അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ ആശയമാണ് പ്രധാനം. കോൺഗ്രസ് പ്രതികരിക്കുന്ന ഈ ആശയമാണ് പിന്തള്ളപ്പെട്ടു പോകാൻ പാടുള്ളത്. കോൺഗ്രസിൽ നിന്ന് സാഹിത്യകാരന്മാർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടുന്നുണ്ടെന്നുള്ളതല്ല, ഈ സാഹിത്യകൃതികൾ അയാൾ വായിക്കുന്നുണ്ടെന്നുള്ളത്. ഞാൻ ജോയിയുടെ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു. പുസ്തകം ഞാൻ താല്പര്യപൂർവ്വം വായിക്കും. സത്യത്തിൽ ഈ സ്വാതന്ത്ര്യ സമരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഒരു നാഴികക്കൽ അല്ലെങ്കിൽ ഒരു വലിയ ബഹുജന സമരം.
അതിലേറ്റവും പ്രധാനപ്പെട്ട ധാര എന്ന് പറയുന്നത് ഗാന്ധിജി നയിച്ച അല്ലെങ്കിൽ ഏയോ ഹ്യൂമിൽ നിന്ന് ആരംഭിച്ച ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൽ ചെന്ന് അവസാനിച്ച ആ വലിയ ഭാഗമാണ്. കോൺഗ്രസ് പ്രതികരിക്കും, മറ്റ് ഘടകങ്ങളില്ലെന്നല്ല. സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് ഉണ്ട്, തീവ്ര ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, മുസ്ലിം ലീഗ് ഉണ്ടായിരുന്നു, പല ഘടകങ്ങളുണ്ട്, എല്ലാം കൂടി ചേർന്നതാണ്. പക്ഷെ അതിൽ കോൺഗ്രസിന്റെ ഭാഗം ഏറ്റവും ലഘൂകരിക്കും. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്നത് ഞങ്ങളാണ് എന്ന് വരുത്തുന്ന രീതിയിൽ ഓരോ വിഭാഗക്കാർ അവരുടേതായ രീതിയിലുള്ള വലിയ ആശയപ്രചരണം നടത്തുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ പഴകുളം മതവും പ്രസംഗിക്കുന്നത് മൊബൈൽ ഫോണിൽ നോക്കി ഞാൻ സേവ് ചെയ്ത് വെച്ച ഒരു ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന്റെ പിതാവ് മോട്ടിലാൽ നെഹ്റുവിന്റെ പിതാവ് ഗംഗാധർ നെഹ്റു, ഇവരെല്ലാം മുസ്ലിങ്ങളായിരുന്നു എന്നുള്ള നറേറ്റീവ് നിങ്ങൾ ചിലരെങ്കിലും വായിച്ചു, മിക്കവരും വായിച്ചു. വാട്സാപ്പ് വഴിക്ക് കുറെ നാളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ പേര് വേറെ എന്തുമായിരുന്നു. പിന്നെ ഫിറോസ് ഗാന്ധി ഇവന്റെ പേരുകൊണ്ട് തന്നെ പ്രസിദ്ധമാണ്. ഫിറോസ് ഗാന്ധി യഥാർത്ഥത്തിൽ പാഴ്സിയായിരുന്നു, മുസ്ലിം അല്ല. ഫിറോസ് ഖാൻ എന്നായിരുന്നു, ഇന്ദിരാഗാന്ധിയുടെ പേര് മൈമൂന ബീഗം എന്നായിരുന്നു എന്നൊക്കെ കാലങ്ങളായിട്ട് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും പുതുമയില്ല. പുതുമയുള്ള ഒരു അനം ഒരു 2 ആഴ്ച മുമ്പ് എനിക്ക് ഫോണിൽ കിട്ടിയാണ് സൂക്ഷിച്ചു വെച്ചു. സാക്ഷാൽ മഹാത്മാഗാന്ധിയുടെ പിതാവ് പോർബന്തറിലുള്ള ഒരു മുസ്ലിം ഭൂവുടമയായിരുന്നു. ചിരിക്കാൻ വേണ്ടി പറഞ്ഞ എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. എനിക്ക് ഉറപ്പായിരുന്നു ഇങ്ങനൊരു സാധനം ഉടനെ വരുന്നുള്ളത്, പക്ഷെ ഇത്ര പെട്ടെന്ന് വരും എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് പോർബന്തറിൽ ഒരു മുസ്ലിം ഭൂവുടമയായിരുന്നു. ഈ കരംചന്ദ് ഗാന്ധി എന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന്റെ നമ്മളൊക്കെ കരിച്ചു വെച്ചിട്ടുള്ള പിതാവ് ഏതോ ക്രിമിനൽ കേസിൽ പെട്ട് ജയിലിൽ കിടക്കുന്ന സമയത്താണ് ഈ മോഹൻദാസ് ഗാന്ധി ജനിച്ചത്. ഇദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം നൽകിയത്, വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു എല്ലാം ഈ മുസ്ലിം ഭൂവുടമയായിരുന്നു. ഇദ്ദേഹം വിദേശത്ത് വെച്ച് അഞ്ചുമാനിയ മുസ്ലിമീൻ എന്ന സംഘടനയുമായിട്ട് ബന്ധപ്പെട്ടാണ് പോകുന്നത്. ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഇതിന്റെ പൈതൃകം ഇസ്ലാം മതത്തിന്റെ ചാർത്തി കൊടുത്തിട്ടുള്ള ഏറ്റവും പുതിയ സാഹിത്യകൃതി, നമ്മൾ ഈ പുസ്തകത്തിൽ അച്ചടിച്ചു വരുന്ന സാഹിത്യമല്ല. ഇന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിക്കുന്ന ഇതുപോലത്തെ ദുഷ്പ്രചരണങ്ങളാണ്. അപ്പൊ ഇത് വായിച്ചപ്പോൾ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നു വളരെ പെട്ടെന്ന്. എന്താ വെച്ചാൽ ഈ ബംഗ്ലാദേശിന്റെ രാഷ്ട്രപിതാവായ മുജീബുർ റഹ്മാനെ കുറിച്ച് ഇതേ കഥ തന്നെ വിപരീത അർത്ഥത്തിൽ അവിടെയുള്ള ജമാഅത്ത് ഇസ്ലാമിക്കാർ പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് മുജീബുർ റഹ്മാൻ. മുജീബുർ റഹ്മാന്റെ പിതാവ് ഢാക്കയിലുള്ള ഒരു ഹിന്ദു അഭിഭാഷകനായിരുന്നു. അമ്മ ഈ പറഞ്ഞ പോലെ അമ്മയുടെ ജാരസന്തതിയാണ്. കുഫർ എന്ന വാക്കാണ് അതിന് ആദ്യ അവസാനം അതിന്റെ അടിയിൽ വന്ന അഭിപ്രായങ്ങൾ പറയുന്ന ആളുകളുടെ വായിക്കണം. അതായാലും ഭയങ്കരമാണ്. ഇയാൾ കംപ്ലീറ്റ് കാഫറാണ്. കുഫർ 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 എന്നാണ് ഇംഗ്ലീഷിൽ. ബംഗാളിയിൽ വരെ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പൊ ഇത് എവിടെയാണെങ്കിലും ഇവരുടെയൊക്കെ പ്രചാരണ രീതി ഒന്നും തന്നെയാണ്. എല്ലാവരും ചെയ്യുന്നത് ഇയാളെ വ്യക്തിപരമായിട്ട് തേജോവധം ചെയ്യുക, അയാളെ എന്താണ് ഗളഹസ്തം ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള ആളുകളുടെ ഒന്നും ഇന്നത്തെ കാലത്ത് നമുക്ക് വാദിച്ച് ജയിക്കാനോ പിടിച്ചെടുക്കാനോ പറ്റും. കോൺഗ്രസ് പോലത്തെ പ്രസ്ഥാനത്ത് ഒരിക്കലും പറ്റും. അതായത് അടിസ്ഥാനപരമായിട്ട് ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ്. പക്ഷെ കോൺഗ്രസ്സുകാരായ ആളുകളെങ്കിലും ഈ കാര്യങ്ങൾ വായിക്കുമ്പോൾ ഇത് കളവാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സാംസ്കാരിക പരിസരത്തിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ഈ പുസ്തകം വളരെ താല്പര്യമായിട്ട് വായിച്ചു. അപ്പൊ ഇത് വായിച്ചപ്പോഴേ എനിക്ക് ഓർമ്മ വന്നൊരു കാര്യം, സ്വാതന്ത്ര്യ സമരത്തെ കുറിച്ച് തന്നെ മലയാളത്തിൽ, കേരളത്തിലെ, ഇത് മലബാറിലെ കാര്യമാണ് ഇദ്ദേഹം പറയും. ഇതിന് തത്തുല്യമായിട്ട് തിരുവിതാംകൂറും കൊച്ചിയിലും ഒക്കെ നടന്ന സമരങ്ങളുണ്ട്. അതിന്റെ ഒക്കെ ശരിയായ രീതിയിലുള്ള ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. രേഖപ്പെടുത്തിയത് തന്നെ ഇപ്പോൾ പലതും കിട്ടാനില്ല. ഒരു പ്രധാനപ്പെട്ട പുസ്തകം സി നാരായണപിള്ള എഴുതിയ തിരുവിതാംകൂർ സ്വാതന്ത്ര്യ സമര ചരിത്രം, അത് മനോരമക്കാരും മുൻകൈ എടുത്ത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് താല്പര്യമുള്ള ഒരു വിഷയം. അതും സി നാരായണപിള്ള തന്നെ പട്ടം മുതൽ പനമ്പള്ളി വരെ ഒരു പുസ്തകം കിട്ടാനേ ഇല്ല. ആ ഗ്രന്ഥം ഔട്ട് ഓഫ് പ്രിന്റ് ആയിട്ട് പതിറ്റാണ്ടുകൾ പല നാരായണപിള്ള മരിച്ചു. ഇങ്ങനെയുള്ള സാധനങ്ങൾ പ്രിയദർശിനി പബ്ലിക്കേഷൻസെങ്കിലും മുൻകൈ എടുത്ത് പല നിയമസഭാ ലൈബ്രറിയിലൊക്കെ ഉണ്ടാവും. അവിടെ നിന്ന് എടുത്ത് ഇത് പുനഃപ്രസിദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഈ ഒരു വലിയ ചരിത്ര പൈതൃകം അന്യം നിന്ന് പോവുകയും ഇതുപോലെയുള്ള വ്യാജമായ പ്രചരണങ്ങൾ ആരാലും ചോദ്യം ചെയ്യപ്പെടാതെ ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാലാവസ്ഥയിലേക്ക് പോവുകയും ഇങ്ങനെ വലിയ ഒരു അപകടകരമായ സാമൂഹ്യ സാംസ്കാരിക പരിസരത്താണ് നമ്മൾ നിലനിൽക്കുന്നത്. അപ്പോഴാണ് നമ്മുടെ ജോയി ഇരുട്ടിനെ പഴിക്കുന്നതിനോടൊപ്പം ഒരു കൈത്തിരി കത്തിക്കാനുള്ള ശ്രമം ഇവിടെ നടത്തിയിട്ടുള്ളത്. എനിക്ക് അദ്ദേഹത്തോട് വലിയ സ്നേഹവും
ബഹുമാനവും ഉണ്ട്. അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് എല്ലാ തരത്തിലുള്ള വിജയം ആശംസിക്കുന്നു. ഈ യോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. പിന്നെ ഇന്നിവിടെ വന്നതിന്റെ ഒരു വലിയ ധന്യത എന്ന് പറയുന്നത് ഈ വിനോദ് കുമാർ എന്ന് പറഞ്ഞ അധ്യാപകനെ കാണാൻ കഴിഞ്ഞു. ഇത്രയും അപകടകരമായ രീതിയിൽ ജീവിക്കുന്ന ഒരാളെ ഞാൻ മുമ്പ് കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ